മതനിരപേക്ഷ ഉള്ളടക്കത്തെ നിലനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വികസനം, ക്ഷേമമേഖലയിലുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനങ്ങൾ, ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ പ്രാദേശിക തലം വരെ കൈകാര്യം ചെയ്യുന്ന മണ്ഡലം ജാഥകളും ഇതിൻ്റെ ഒപ്പം തന്നെ നടത്തണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിപാടികളും വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതിൽ ഞങ്ങളെല്ലാ കാലത്തും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബാലൻ്റെ പ്രസ്താവന വന്നതുകൊണ്ടോ പ്രസ്താവന വരാതെ കൊണ്ടൊന്നുമല്ല, വന്നോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട്. ഞങ്ങളുടെ നിലപാടാണ്, പാർട്ടി നിലപാട്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന് 2014 ജനുവരി 21 ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയുടെ മുമ്പിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. സത്യവാങ്മൂലം നൽകിയതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അതിൻ്റെ ഏജൻസികൾ തന്നെ പരിശോധിച്ച് ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന, അങ്ങനെയാണ് ഉപയോഗിച്ചത് പദം, ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വേണ്ടി വന്നാൽ നിരോധിക്കും എന്നും ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും സത്യവാങ്മൂലമുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനം ആണെന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ ഉള്ളത്. ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യത്തിൻ്റെ ശില്പിയായ PK കുഞ്ഞാലിക്കുട്ടി ആ സർക്കാരിൽ രണ്ടാമനായിരുന്നു. രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. മുസ്ലിം ലീഗിന് ആ മന്ത്രിസഭയിൽ 5 മന്ത്രിമാരുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ അല്ല എന്ന് ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന VD സതീശൻ അന്നത്തെ സർക്കാരിനെ നിയമസഭയിൽ പിന്തുണക്കുന്ന UDF MLA-യും ആയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.